ഹലോ എവ്രിവൺ, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെൻ്റെ പപ്പയുടെ അമ്മയായ അമ്മച്ചി ഉണ്ടാക്കുന്നത് പോലെയാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. അതിൽ ഇച്ചിരി ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തത് ചെറുനാരങ്ങ അല്ല, ഇതിവിടെ സൗദിയിൽ കിട്ടുന്ന ചെറുനാരങ്ങ പോലുള്ള ഒരു നാരങ്ങയാണ്. ചെറുനാരങ്ങ നമുക്കിതുപോലെ അച്ചാറിടാവുന്നതാണ്. ഇവിടെ ഞാനൊരു 30 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് കഴുകി ഒരു അപ്പച്ചെമ്പിലോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും സ്ട്രെയിനറിലോ വെച്ചിട്ട് നമുക്കൊന്ന് ആദ്യം നന്നായിട്ടൊന്ന് ആവി കയറ്റി ഒന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മളങ്ങനെ പുഴുങ്ങാനായിട്ട് വെച്ച നാരങ്ങ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുക. നന്നായി സോഫ്റ്റായി ഏകദേശം നാരങ്ങ പൊട്ടാറായി എന്ന സ്റ്റേജിലെത്തുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അച്ചാറിലെ നാരങ്ങ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ നന്നായി പുഴുങ്ങി സോഫ്റ്റ് ആയിട്ടുള്ള നാരങ്ങ നമുക്ക് ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയ ശേഷം ഒരു നനവില്ലാത്ത തുണി കൊണ്ട് നമുക്കിതിലെ വെള്ളമെല്ലാം ഒന്ന് ഒപ്പിയെടുക്കാം. അതിനുശേഷം നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള വലിപ്പത്തിൽ നാരങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു നാരങ്ങ 4ആയിട്ടാണ് കട്ട് ചെയ്തത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിൽ നാരങ്ങയിൽ നന്നായി പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ഇതിൽ ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതൊരു 5-6 മണിക്കൂർ അല്ലെങ്കിൽ അതിലധികം നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതിലധികവും സമയം വച്ചിട്ട് ഉപ്പ് ഈ നാരങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കാനുള്ള സമയം നമുക്ക് കൊടുക്കാം. നാരങ്ങ അങ്ങനെ 5-6 മണിക്കൂർ ഉപ്പ് പിടിക്കാനായിട്ട് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി ഒരു 30 അല്ലി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, 3-4 തണ്ട് കറിവേപ്പില, ഒരു സ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചത്, 1/2 സ്പൂൺ കായം, 5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കടുക്, വിനാഗിരി, എള്ളെണ്ണയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഇന്നത്തെ നാരങ്ങ അച്ചാറിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് 2ആയിട്ട് കീറിയിടുക, ഇഞ്ചി ഒന്ന് കൊത്തിയരിയുക, കറിവേപ്പില ഒന്ന് മുറിച്ചിടുക, പച്ചമുളകൊന്ന് നമുക്ക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ നമുക്കതിലേക്ക് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൂത്ത് കഴിഞ്ഞാൽ 2ആയി കീറിയ വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കി നമുക്ക് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി മൂത്ത് അതിൻ്റെ പച്ചമണക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം.
ഇഞ്ചിയും അങ്ങനെ നമ്മുടെ എണ്ണയിൽ കടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ പച്ചമുളകും കൂടി എണ്ണയിൽ കടന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്കിത് ഇളക്കി ഇതിലെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചും അതുപോലെ നിങ്ങൾക്ക് അച്ചാറിന് വേണ്ട കളറിനനുസരിച്ചൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ അളവ് വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറ്റി കൂട്ടിയോ അല്ലെങ്കിൽ കുറച്ചൊക്കെ കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് എരിവിനെക്കാട്ടിലും കൂടുതൽ നല്ല കളറാണ് വേണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ബാലൻസ് ചെയ്തെടുക്കാം. ഈ മുളക് പൊടി ഇതുപോലെ എണ്ണയിൽ കിടന്നങ്ങ് നന്നായി ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചു വച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് നന്നായിട്ട് ഇളക്കി ഇതുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം അങ്ങനെ ഈ എണ്ണയിൽ കടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിനി ഈ അച്ചാറിന് കുറച്ചും കൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അവസാനമായിട്ട് നമുക്ക് ഈ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ അച്ചാറിൻ്റെ മസാല തയ്യാറായി വന്നതിലേക്ക് നമുക്കിനി നമ്മൾ പുഴുങ്ങി ഉപ്പിട്ടിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ കഷ്ണങ്ങൾ ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഈ ഗ്രേവിയായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു അച്ചാറാണിത്. അമ്മച്ചി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഇതിലുണ്ടെങ്കിൽ പിന്നെ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയും ടേസ്റ്റാണിത്. ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. അങ്ങനെ ഗ്രേവി ആയിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു അടപ്പ് കൊണ്ട് മൂടി ഒരു 5 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ രുചികരമായിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡിയാകും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ നാരങ്ങ അച്ചാർ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.